ഹരേ കൃഷ്ണ. ഇന്നത്തെ സ്ത്രീ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലോട്ട് വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 17ാമത്തെ അധ്യായമായ മഹാപ്രഭുവിന്റെ യൗവന ലീലകൾ എന്ന അധ്യായത്തിലെ 78ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്ലോകം 78. പാഹം ദരിദ്ര പാപിയാൻ കൃഷ്ണ ശ്രീനികേതന ബ്രഹ്മബന്ധുർ ഇതി സ്മാഹം ബാഹുഭ്യാം പരിരംഭിതഃ. പാഹം ദരിദ്ര പാപിയാൻ കൃഷ്ണ ശ്രീനികേതനഃ ബ്രഹ്മബന്ധുർ ഇതി സ്മാഹം ബാഹുഭ്യാം പരിരംഭിതഃ. ക്വാഹം ദരിദ്ര പാപിയാൻ കൃഷ്ണ ശ്രീനികേതനഃ ബ്രഹ്മബന്ധുർ ഇതി സ്മാഹം ബാഹുഭ്യാം പരിരംഭിതഃ. ശബ്ദാർത്ഥം: ക്വാഹം ആര്, അഹം ഞാൻ, ദരിദ്രഹ വളരെ പാവപ്പെട്ട, പാപിയാൻ പാപി, ക്വ ആര്, കൃഷ്ണ കൃഷ്ണൻ, ശ്രീ നികേതനഃ ലക്ഷ്മിയുടെ വാസസ്ഥാനം, ബ്രഹ്മബന്ധു ബ്രാഹ്മണീയ യോഗ്യതകളില്ലാത്ത ഒരു ജാതി ബ്രാഹ്മണൻ, ഇതി ഈ വിധത്തിൽ, സ്മ തീർച്ചയായും, അഹം ഞാൻ ആകുന്നു, ബാഹുഭ്യാം കൈകളാൽ, പരിരംഭിതഃ ആലിംഗനം ചെയ്തു. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഞാൻ ആര്, ദരിദ്രനും പാപിയും ബ്രാഹ്മണീയ യോഗ്യതകളും ഇല്ലാത്തവനുമായ ഒരു ബ്രാഹ്മണൻ. കൃഷ്ണ ഭഗവാനോ ഐശ്വര്യദേവതയുടെ വാസസ്ഥാനം. എങ്കിലും അവിടുന്ന് എന്നെ അവിടുത്തെ ഇരു കരങ്ങളാൽ ആലിംഗനം ചെയ്തു. ഇത് തികച്ചും അതിശയകരമാണ്. ഭാവാർത്ഥം: ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ സുദാമ ബ്രാഹ്മണൻ പറഞ്ഞ ശ്രീമദ് ഭാഗവത്തിൽ 10:81-16 നിന്നുള്ള ഒരു ശ്ലോകമാണിത്. കൃഷ്ണൻ ആർക്കും സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്ത വിധം മഹത്വമുള്ളവനാണെങ്കിലും പലവിധത്തിൽ അയോഗ്യനായ ഒരുവൻ പോലും സ്വയം സംതൃപ്തനായി തന്റെ മഹത്വം പ്രദർശിപ്പിക്കുമെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഈ ശ്ലോകവും മുൻ ശ്ലോകവും വ്യക്തമായി സൂചിപ്പിക്കുന്നു. സുദാമ വിപ്രൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനും അവിജ്ഞനായ പണ്ഡിതനും കൃഷ്ണന്റെ ഒരു സഹപാഠിയുമായിരുന്നു. എന്നിട്ടും അദ്ദേഹം താൻ ഒരു ബ്രാഹ്മണൻ എന്ന് തീർത്ത് വിളിക്കപ്പെടാൻ അയോഗ്യനാണെന്ന് സ്വയം കരുതുകയും ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ബ്രാഹ്മണീയ യോഗ്യത ഇല്ലാത്തവൻ എന്നർത്ഥമുള്ള ബ്രഹ്മബന്ധു എന്ന് സ്വയം വിളിക്കുകയും ചെയ്തു. എന്നാൽ കൃഷ്ണൻ ബ്രാഹ്മണനോടുള്ള തന്റെ വലിയ ആദരവ് മൂലം സുദാമാവിനെ ആലിംഗനം ചെയ്തു. അദ്ദേഹം അംഗീകാരമുള്ള ഒരു ബ്രാഹ്മണൻ അല്ലായിരുന്നിട്ടും ഒരു ബ്രഹ്മബന്ധു ആയിരുന്നിട്ടും ഭഗവാൻ ഇങ്ങനെ പ്രവർത്തിച്ചു. മുരാരിഗുപ്തനെ ഒരു ബ്രഹ്മബന്ധു എന്ന് പോലും വിളിക്കാൻ കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ജനിച്ചത് ഒരു വൈദ്യ കുടുംബത്തിലായിരുന്നു. അതിനാൽ സാമൂഹിക ഘടന അനുസരിച്ച് അദ്ദേഹം ഒരു ശൂദ്രനായി കരുതപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ കൃഷ്ണൻ മുരാരിഗുപ്തയിൽ തന്റെ വിശേഷാൽ കാര്യം ചൊരിഞ്ഞു. എന്തെന്നാൽ അദ്ദേഹം ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിരുന്നു. ശ്രീചൈതന്യ മഹാപ്രഭുവിൽ പ്രസ്താവിക്കപ്പെട്ടതുപോലെ ഈ വിഷയത്തിലുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ വിശദമായ സംവാദത്തിൽ ഭൗതികമായ ഒരു യോഗ്യതയ്ക്കും ഭഗവാൻ കൃഷ്ണനെ സംതൃപ്തനാക്കാൻ കഴിയില്ലെന്നും ഭക്തിയുടെ സേവനം പരിപോഷിക്കുന്നതിലൂടെ മാത്രം എല്ലാം വിജയകരമായി ഭവിക്കുമെന്നും പറയുന്നു. അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയിലെ അംഗങ്ങൾക്ക് തങ്ങളെ ബ്രഹ്മബന്ധുക്കൾ എന്ന് പോലും വിളിക്കാനാവില്ല. അതുകൊണ്ട് കൃഷ്ണനെ സംതൃപ്തിപ്പെടുത്താനുള്ള നമ്മുടെ ഏക മാർഗം ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങൾ പിന്തുടരുകയാണ്. അവിടുന്ന് അരുളി ചെയ്യുന്നു: യാരേ ദേക്ക താരേ കഹ കൃഷ്ണ ഉപദേശ അമാര ആജ്ഞായ ഗുരു ഹയ താര ഹി ദേശ. നിങ്ങൾ ഏതൊരുവനെ കണ്ടുമുട്ടിയാലും അവനോട് കൃഷ്ണന്റെ ഉപദേശങ്ങൾ പറയുക. ഈ വിധത്തിൽ എന്റെ ആജ്ഞാപ്രകാരം ഒരു ആധ്യാത്മിക ഗുരുവായി തീർന്ന് ഈ ദേശത്തെ ജനങ്ങളെ മോചിപ്പിക്കുക. ചൈതന്യ ചരിതാമൃത മധ്യലീല 7:128. നാം മഹാപ്രഭുവിന്റെ ആജ്ഞ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളോടും ഭഗവത്ഗീത യഥാരൂപത്തെ കുറിച്ച് പറയുന്നു. ഇത് ഭഗവാൻ കൃഷ്ണനെ സംതൃപ്തനാക്കുന്നതിന് നമ്മളെ യോഗ്യരാക്കും. ഓമ ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാഖ്യ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ.
ശ്രീചൈതന്യ മനോവിഷ്ടം സ്ഥാപിതമേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാന്തിഷ്ടപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹനഗുണാതാം വിതന്തം സജീവം സാദ്വേദം സാവധൂതം പരിജൻ സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ ചണ്ഡലിദർശനദാംശ നമോ വിഷ്ണുപാദായ കൃഷ്ണപരിഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് 17-ാം അധ്യായത്തിലെ 78-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. അപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചു, മുരാരിഗുപ്തനെ മഹാപ്രഭു പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾ ഭഗവാൻ കൃഷ്ണനെ സംതൃപ്തനാക്കി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മുരാരിഗുപ്തൻ ഭാഗവത്തിൽ നിന്നുള്ള ഈ ശ്ലോകം, അതായത് ഭഗവാൻ കൃഷ്ണനെ സുദാമ അദ്ദേഹത്തിനെ കാണാൻ പോയ സമയത്ത് കൃഷ്ണനെ പ്രകീർത്തിച്ചുകൊണ്ട് സുദാമ പറഞ്ഞ ഒരു ശ്ലോകമാണ് ഭാഗവത്തിൽ നിന്നുള്ള ഈ ശ്ലോകം. 10-ാം അധ്യായത്തിലെ 10-ാം സ്കന്ധത്തിലെ 81-ാം അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകം, ഈ ഒരു ശ്ലോകത്തിൽ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുരാരിഗുപ്തൻ ഈ ശ്ലോകം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുരാരിഗുപ്തൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ജന്മന ഒരു വൈദ്യ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. വൈദ്യ എന്ന് പറഞ്ഞാൽ വൈദ്യ കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പൊ നമ്മൾ സാമൂഹിക ഇത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 4th ക്ലാസ്, അത് ശൂദ്ര കുടുംബത്തിൽ കരുതപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു വ്യക്തിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കുടുംബത്തിൽ ജനിച്ചാലും ഏതൊരു വ്യക്തിയാണോ ഈ കൃഷ്ണ തത്വത്തിനെ മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് ഗുരുവായി മാറിത്തീരാം എന്ന് വളരെ വ്യക്തമായിട്ടും ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ അതേ കാര്യം തന്നെയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഇതുപോലെ തന്നെ നമുക്കറിയാം. ഇപ്പം സുദാമ വിപ്രൻ, അപ്പൊ അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വളരെ ഒരു പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിർദ്ദേശം അനുസരിച്ച് ഭഗവാൻ കൃഷ്ണനെ കാണാൻ പോവുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ പോയ സുദാമാവിന് ഭഗവാൻ കൃഷ്ണൻ, അല്ലെ, നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും അധിപതിയായിട്ടുള്ള കൃഷ്ണൻ അദ്ദേഹത്തിനെ ഉടനെ തന്നെ ആലിംഗനം ചെയ്യുകയാണ് ചെയ്തത്. അപ്പം സുദാമ ചിന്തിക്കുകയാണ്, എനിക്ക് ഒരു യോഗ്യതയുമില്ല, ഞാൻ എല്ലാ രീതിയിലും എനിക്ക് ഒരു യോഗ്യതയുമില്ല. എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചാൽ കൂടി ആ പൂർണ്ണമായിട്ടുള്ള ബ്രാഹ്മണ യോഗ്യതകൾ എനിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും ഞാൻ ഒരു യോഗ്യത ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്ന് ചിന്തിച്ച നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സുദാമ വിപ്രൻ, അപ്പൊ അദ്ദേഹം പറയുന്നതാണ്, അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ആലിംഗനം ചെയ്യാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിനെ ചിന്തിക്കുന്നതാണ്, ഒരു ഭക്തൻ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഒരിക്കലും യോഗ്യനല്ല എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഭക്തന്മാരുടെ ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ എന്തൊരു കഴിവുണ്ടെന്ന് പറഞ്ഞാലും ഒരു ഭക്തൻ ഉടനെ പറയുന്നതാണ്, അല്ല അത് എന്റെ കഴിവല്ല, ഇത് ഗുരുവിന്റെയും കൃഷ്ണന്റെയും കാരുണ്യം കൊണ്ടാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും സുദാമയിപ്രൻ അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു യോഗ്യത ഇല്ലെങ്കിൽ കൂടി അദ്ദേഹം അപ്രോച്ച് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തി, ഭഗവാനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭഗവാന്റെ കാരുണ്യം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇവിടെ പറയുന്നു, കൃഷ്ണൻ ആർക്കും സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്ത വിധം മഹത്വമുള്ള ആണെങ്കിലും പല വിധത്തിൽ അയോഗ്യനായ ഒരുവൻ പോലും സ്വയം സംതൃപ്തനായി തന്റെ മഹത്വം പ്രദർശിപ്പിക്കുമെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഈ മുൻ ശ്ലോകം വ്യക്തമായി സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, കൃഷ്ണനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. കാരണം എല്ലാം കൃഷ്ണനിൽ നിന്നാണ് വരുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൃഷ്ണനെ നമുക്ക് നമ്മുടെ കഴിവുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയുന്ന ഒന്നുമേ ഇല്ല. എല്ലാം ഭഗവാൻ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ശക്തിയും ബുദ്ധിയും എല്ലാം, നമ്മുടെ ശരീരവും എല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ്. നമ്മുടെ ആത്മാവെന്ന് പറയുന്ന കൂടി നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നതാണ്. അതും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഭഗവാന്റെ അംശമാണ്. ആകെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സേവനം ചെയ്യാനുള്ള മനോഭാവമാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ സേവനം ചെയ്യേണ്ട മനോഭാവത്തിന് എത്രത്തോളം ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നു, അതിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാനെ
തൃപ്തിപ്പെടുത്താൻ സാധിക്കും. നമ്മൾ പറയുന്ന പോലെ ഗംഗയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് തിരിച്ച് ഗംഗയിലോട്ട് ഒഴിക്കുന്ന പോലെയാണ്. കാരണം ഗംഗയിൽ നിന്നുള്ള വെള്ളം ആണ് നമ്മൾ എടുക്കുന്നത്. തിരിച്ച് ഗംഗയിലോട്ട് ഒഴിക്കുമ്പോൾ ശരിക്കും ഒരു വ്യത്യാസവും വരുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ പക്ഷെ ആ ചെയ്യുന്ന അർപ്പണ വിഭവത്തോടെ നമ്മൾ തിരിച്ച് സമർപ്പിക്കുമ്പോഴാണ് അതിന് ഒരു എഫക്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഭഗവാൻ തന്നെ നമുക്ക് എല്ലാം തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് നോക്കിയാലും എല്ലാം ഭഗവാൻ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ വീണ്ടും നമ്മൾ ഭഗവാന് വേണ്ടി ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുമ്പോൾ അത് മാത്രമാണ് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുക. നമുക്ക് ഒരിക്കലും ഭഗവാൻ പൂർണ്ണമായും തൃപ്തനാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ ആത്മാരാമനാണ്. ഭഗവാൻ ഒന്നിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആക്ച്വലി പക്ഷെ എന്താണ് ഗുണം? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഭഗവാന് സമർപ്പിക്കുമ്പോൾ നമുക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അല്ലെ, നമ്മൾ പ്യൂരിഫൈഡ് ആവാണ് ചെയ്യുന്നത്. നമ്മൾ എന്തുണ്ടെങ്കിലും ഭഗവാൻ സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ അവബോധം ശുദ്ധീകരിക്കുകയും നമുക്ക് എന്നെന്നും ശാശ്വതമായിട്ടുള്ള സന്തോഷം ലഭിക്കാനുള്ള അവസരമാണ് നമുക്ക് കിട്ടുന്നത് ഭഗവാൻ സേവനം ചെയ്യുമ്പോൾ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും ഇത് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു വാക്യം ഇതിൽ പറയുന്നുണ്ട്, ബ്രഹ്മബന്ധു എന്നൊരു വാക്യം ഇവിടെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പം ഈ ഒരു വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവൻ ഒരു വ്യക്തി ആ, ഒരു ഒരു ജാതി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ട് അദ്ദേഹത്തിന് ബ്രാഹ്മണീയമായിട്ടുള്ള യോഗ്യതകളില്ലാത്ത ഒരു വ്യക്തിയാണ് ബ്രഹ്മബന്ധു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ, ഇവിടെ സുദാമ വിപ്രൻ അദ്ദേഹത്തിന് ഒരു ബ്രഹ്മബന്ധുവായിട്ടാണ് കാണുന്നത്. ഒരു യോഗ്യതയില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ കൃഷ്ണ ആണെങ്കിൽ അദ്ദേഹം ശ്രീനികേതന അല്ലെ, ശ്രീനികേതന. അപ്പൊ എവിടെയാണ് സ്ത്രീ ആശ്രയിച്ചിരിക്കുന്നത് അല്ലെ, ശ്രീനികേതന എന്താണ്? അപ്പൊ ഐശ്വര്യ ദേവത അതായത് ലക്ഷ്മി ദേവി എവിടെയാണ് വസിക്കുന്നത്? അതാണ് ആരാണ്? ഭഗവാൻ കൃഷ്ണൻ അല്ലെ. അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീനികേതന എന്ന പേര്. അപ്പൊ ലക്ഷ്മിയുടെ വാസസ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് കൂടി ഭഗവാൻ നമ്മളെ ആശ്രയിക്കുകയാണ് അല്ലെ. അപ്പൊ ഭഗവാന്റെ കാര്യം നമ്മൾ ഓർക്കണം അല്ലെ. നമുക്ക് ഒന്നുമേ ഇല്ലെങ്കിൽ കൂടി ഭഗവാൻ എന്നത് എന്താണ് നമ്മൾ ഏതൊരു അവസ്ഥയിലും ഭഗവാൻ നമ്മളെ ആശ്രയിക്കുന്നുള്ള കാര്യമാണ്. നമുക്ക് ആകെ വേണ്ടത് ഭഗവാനെ സേവനം ചെയ്യാനുള്ള മനോഭാവമാണ് ഒരു വ്യക്തിക്ക് വേണ്ടത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഭഗവാൻ എന്നെന്നും അവൈലബിൾ ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതാണ് അല്ലെ. നമുക്ക് എനിക്ക് അതുണ്ട് ഇതുണ്ട് നമ്മൾ അംഗീകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്താണ്? എല്ലാം ഭഗവാൻ നിന്നാണ് വരുന്നത്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമുക്ക് തന്ന ഈ കാര്യങ്ങൾ തിരിച്ച് ഭഗവാന് സമർപ്പിക്കാനുള്ള കാര്യമാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ നല്ല കഴിവുകൾ ഉണ്ടാവായിരിക്കും, നമുക്ക് പല പല യോഗ്യതകൾ ഉണ്ടാവായിരിക്കും. ഇതൊക്കെ ആക്ച്വലി ഭഗവാന്റെ കാര്യം കൊണ്ട് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പൊ ഏതൊരു വ്യക്തിയാണോ ഈ കിട്ടിയ കാരുണ്യത്തിനെ മറന്നുകൊണ്ട് കൂടുതലായിട്ട് അഹങ്കരിക്കുന്നത്, ആ വ്യക്തിക്ക് ഒരിക്കലും ഭഗവാനെ ആശ്രയിക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ വ്യക്തികൾക്ക് എന്ത് സംഭവിക്കും? അങ്ങനത്തെ വ്യക്തികൾ വീണ്ടും 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 ഭഗവാനെ മറന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതേ സമയത്ത് ഏതൊരു വ്യക്തിയാണോ ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യമായിട്ട് എനിക്ക് നൽകിയതാണ്, ഇത് ഭഗവാന്റെ ആശീർവാദമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഭഗവത് സേവനത്തിന് ഉപയോഗിക്കുന്നു, ആ വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കഴിവുകൾ അദ്ദേഹത്തിന് ഭഗവാന്റെ അടുത്ത് അടുപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ എപ്പോഴും നമുക്ക് നമ്മൾ പറയുന്ന പോലെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു നന്ദി അല്ലേ നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ, കൃതജ്ഞത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എന്നെന്നും ഭക്തിയിൽ പുരോഗമിക്കാൻ സാധിക്കും. കാരണം എന്തുണ്ടെങ്കിലും അതൊക്കെ ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഭഗവാനെ നന്ദി രേഖപ്പെടുത്തുക. അപ്പൊ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിക്ക് വളരെ എളുപ്പമായിട്ട് ഭക്തിയിൽ ആക്ച്വലി നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയുന്ന പോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ മുരാരി ഗുപ്തൻ എന്ന് പറഞ്ഞ ബ്രഹ്മബന്ധു കൂടിയല്ല ശരിക്കും നോക്കുകയാണ്. കാരണം എന്താണ്? അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ബ്രാഹ്മണത്തിൽ കൂടി ജനിച്ച വ്യക്തിയല്ല. എന്നിട്ട് കൂടി അദ്ദേഹം ശ്രീ ചൈതന്യ മഹാപ്രഭു എന്താണ് പറയുന്നത്? നിങ്ങൾ ഭഗവാൻ കൃഷ്ണനെ ആക്ച്വലി എന്താണ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ സംതൃപ്തിപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് അപ്പൊ അതിന് ഇതായിട്ട് എന്താണ് പറയുന്നത്? അപ്പൊ ഇവിടെ ശീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ശീല പ്രഭുപാദ് പറയുന്നത് എന്താണ്? അപ്പം പ്രഭുപാദ് പറയാണ്, ഈവൻ നമ്മള് ഈ അന്താരാഷ്ട്ര കൃഷ്ണബോധ സമിതിയിൽ വന്ന വ്യക്തികൾ എന്ന് പറയുന്നതും ബ്രഹ്മബന്ധുക്കൾ എന്നുകൂടി വിളിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? നമുക്ക് പല പല കുലത്തിൽ ജനിച്ച വ്യക്തികളാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്നത്, കൃഷ്ണാവോധത്തിൽ വന്നിരിക്കുന്നത്. പക്ഷെ എന്നാൽ കൂടി എന്താണ്? പക്ഷെ നമ്മുടെ ഏക ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് നമ്മൾ ഭഗവാൻ കൃഷ്ണനെ സംതൃപ്തിപ്പെടുത്താനുള്ള വഴി എന്താണ്? നമ്മൾ ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങൾ പിന്തുടരുന്നതുകൊണ്ട് ഒരു വ്യക്തി കൃഷ്ണനെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നു. അതാണ് അല്ലെ. അതുകൊണ്ടാണ് ആ ഒരു ശ്ലോകം അതിൽ പറഞ്ഞത്, യാരേതേക്കോ താരകഹ കൃഷ്ണ ഉപദേശ് അമാര ആജ്ഞയായ ഗുരു അയ താരേദേശ്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? നമ്മൾ ഏതൊരു വ്യക്തിയെ കണ്ടാലും ആ വ്യക്തിയോട് നമ്മൾ കൃഷ്ണന്റെ ഉപദേശങ്ങളെ പറ്റി പറയാം. അപ്പൊ ഈ വിധത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞ പ്രകാരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആധ്യാത്മികമായിട്ട് തീരാൻ സാധിക്കും. അങ്ങനെ ഈ ദേശത്തെ ജനങ്ങളെ മോചിപ്പിക്കാൻ സാധിക്കും എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്.
അപ്പൊ നമ്മള് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ഏത് കുലത്തിൽ ജനിച്ചു, ജനിച്ചില്ല, അതൊക്കെ ഒരു ഫാക്ടറേ അല്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? നമ്മള് എങ്ങനെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ പ്രീതിപ്പെടുത്താൻ സാധിക്കും? അപ്പൊ ചൈതന്യ മഹാപ്രഭു പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ സാധിക്കും. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി നമുക്കുള്ളത്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ പ്രീതിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വളരെ എളുപ്പമാണ്. എന്താ ചെയ്യാം? നമ്മൾ കൃഷ്ണനെ പറ്റി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഭഗവാൻ കൃഷ്ണൻ നാമം ജപിക്കുക. ഇതിലൂടെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ പ്രീതിപ്പെടുത്താൻ സാധിക്കും. അപ്പൊ അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി നമുക്ക്. കൃഷ്ണനെ നമുക്ക് നേരിട്ട് പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ കൃഷ്ണൻ തന്നെ എന്തായിട്ട് കാരുണ്യ അവതാരമായിട്ട് ഈ ഒരു കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുകയാണ്. അപ്പൊ ബാക്കി യുഗങ്ങളിൽ വലിയ വലിയ യജ്ഞങ്ങളും യാഗങ്ങളും വലിയ തപശ്ചര്യകൾ അനുഷ്ഠിച്ച് ആൾക്കാർ ഭഗവാനെ പ്രീതിപ്പെടുത്തി. പക്ഷെ ഈ കലിയുഗത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടും ഭഗവാനെ പറ്റി ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുത്തുകൊണ്ടും ചൈതന്യ മഹാപ്രഭുവിന്റെ അഹേതുകമായിട്ടുള്ള കാരുണ്യം കിട്ടിക്കൊണ്ട് ഓരോ വ്യക്തികൾക്കും കൃഷ്ണനെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളെ യോഗ്യരാക്കി തീരാണ് ചെയ്യുന്നത് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ഒരു മൂവ്മെന്റ്. അതാണ് നമുക്ക് വലിയൊരു ഭാഗ്യം നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഏത് കുലത്തിൽ ജനിച്ചാലും അതൊരിക്കലും ഒരു ഫാക്ടറി അല്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഏത് ഗുണങ്ങൾ ഉണ്ടോ ഉള്ള കാര്യമാണ് പറയുന്നത് അല്ലെ? എസ് ലക്ഷണം പ്രോക്തർ വെഞ്ചാബി രംഗനം എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ എന്താണ്? അപ്പം ലക്ഷണമാണ് കാരണം അല്ലെ പ്രോക്തർ. അപ്പൊ നമ്മൾ ഏത് കൊല്ലത്തിൽ ജനിച്ചുള്ള കാര്യമല്ല, ആ ഗുണങ്ങൾ നമ്മളെ കയ്യിൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലെ? എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു എക്സാമ്പിൾ ശീലപ്രഭാത് പറയും. ഒരു ഡോക്ടറിന്റെ ഒരു അച്ഛനും അമ്മയും ഡോക്ടറാണ്. അപ്പൊ അവരുടെ കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ അദ്ദേഹം ഡോക്ടർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും? ഇല്ല. അപ്പൊ ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്ത് ചെയ്യണം? അവര് പഠിച്ച് MBBS പാസ്സായി MD പാസ്സായി പ്രാക്ടീസ് ചെയ്ത് വേണം അവർ ഡോക്ടർ ആവാൻ. അതുപോലെ തന്നെ ഒരു ഒരു കുലത്തിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുകൊണ്ട് ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കലി ബ്രാഹ്മണ ആവുന്നില്ല ഒരിക്കലും. എപ്പോഴും ആ ഗുണങ്ങൾ ഒക്കെ അറിയുമ്പോൾ ആ ഗുണങ്ങൾ നമ്മൾ കൈവരിക്കുമ്പോഴാണ് ഒരു വ്യക്തി ബ്രാഹ്മണനായിട്ട് തീരുന്നത്. ജസ്റ്റ് ജന്മന അല്ല, ഗുണത്താലാണ് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ. അതാണ് നമുക്ക് ഈ ഈ ഒരു പ്രസ്ഥാനം നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. നമുക്ക് ആ കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. ആ ഗുണങ്ങൾ കൈവരിച്ച വ്യക്തികളിൽ നിന്ന് അവരിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോഴും അവരുടെ വ്യവഹാരം കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഇവര് ബ്രാഹ്മണർക്ക് മുകളിലുള്ള പരം വൈഷ്ണവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇനി അടുത്തൊരു ശ്ലോകത്തിലോട്ട് പോവാം. ശ്ലോകം 79. ഏകദിന പ്രഭു സഭ ഭക്തഗണലയ സങ്കീർത്തനകരി വൈസേ ശ്രമയുക്തഹയ. ശബ്ദാർത്ഥം: ഏകദിന ഒരു ദിവസം, പ്രഭു മഹാപ്രഭു, സഭ എല്ലാം, ഭക്തന്മാർ, ലയ കൂട്ടിച്ചേർത്ത്, സങ്കീർത്തനം കരി ചെയ്തു, വൈസേ ഇരുന്നു, ശ്രമയുക്ത ക്ഷീണിതൻ ഹയ ആയിത്തീർന്നു. വിവർത്തനം: ഒരു ദിവസം മഹാപ്രഭു തന്റെ എല്ലാ ഭക്തന്മാരോടൊപ്പം നാമസങ്കീർത്തനം നിർവഹിക്കുകയും നന്നേ ക്ഷീണിതരായപ്പോൾ അവരെല്ലാം നിലത്ത് ഇരിക്കുകയും ചെയ്തു. ശ്ലോകം 80. ഏക ആമ്രബീജ പ്രഭു അങ്കനെ രോപീല തക്ഷണേ ജന്മീല വൃക്ഷ ബാധിതേ ലാഗീല. ശബ്ദാർത്ഥം: ഒന്ന്, ആമ്രബീജ മാവിന്റെ വിത്ത്, പ്രഭു ഭഗവാൻ, അങ്കണത്തിൽ, രോപില നട്ടു, തത്ക്ഷണേ തൽക്ഷണം, ജന്മില മുളച്ചു, വൃക്ഷം ബാധിതേ വളരാൻ, ലാഗില ആരംഭിച്ചു. വിവർത്തനം: അനന്തരം മഹാപ്രഭു അങ്കണത്തിൽ ഒരു മാവിന്റെ വിത്ത് നട്ടു. വിത്ത് തൽക്ഷണം മുളയ്ക്കുകയും ഒരു വൃക്ഷം വളരാൻ ആരംഭിക്കുകയും ചെയ്തു. ശ്ലോകം 81. ദേക്കീതേ വൃക്ഷ ഹൈല ഫലിത പാകില അനേക ഫല സഭൈ വിസ്മിത. ശബ്ദാർത്ഥം: ദേക്കീതേ ജനങ്ങൾ നോക്കി നിൽക്കവേ വൃക്ഷം ഹൈല ആയിത്തീർന്നു, ഫലിത ഫലങ്ങളോട് വളർന്ന്, പാകില പക്വമായി, അനേകം ഫലങ്ങൾ, സഭ എല്ലാവരും, വിസ്മിതരായി. വിവർത്തനം: എല്ലാവരും നോക്കി നിൽക്കെ വൃക്ഷം പരിപക്വ ഫലങ്ങളോടെ വളർന്നു. ഇത് എല്ലാവരെയും അത്ഭുത സ്തബ്ധരാക്കി. ശ്ലോകം 82. ശതദോയി ഫല പ്രഭു ശീഘ്രപാടായില്ല പ്രക്ഷാളനകാരി കൃഷ്ണെ ഭോഗാലാകായില്ല. 100. ദുയ് 2. ഫലങ്ങൾ പ്രഭു ഭഗവാൻ പെട്ടെന്ന്, പാടായില പറിച്ചെടുത്തു, പ്രക്ഷാളന കഴുകുക, കരി ചെയ്തു, കൃഷ്ണ ഭഗവാന് ഭോഗ നിവേദിക്കുക, ലാകായില അങ്ങനെ ചെയ്തു. വിവർത്തനം: മഹാപ്രഭു തക്ഷണം 200 ഫലങ്ങൾ പറിക്കുകയും അവ കഴുകിയതിനു ശേഷം കൃഷ്ണന് നിവേദിക്കുകയും ചെയ്തു. രക്തപീതവർണ്ണനാഹി അഷ്ടിവൽ കല ഏകജനേര പേട ഭരെ ഗായില ഏകഫല. ശബ്ദാർത്ഥം: രക്തപീതവർണ്ണ ചുവപ്പും മഞ്ഞയും നിറം, നാഹി ഇല്ല, അഷ്ടി വിത്ത്, വൽക്കല തോൽ,
ഏക ഒന്ന് ജനേര മനുഷ്യന്റെ പേട വയർ ഭരെ നിറയുക ഗായിലെ അവൻ ഭക്ഷിച്ചാൽ ഏക ഒന്ന് ഫലം വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദ സ്വപ്രഭുപാൽ ശീല പ്രഭുപാദ് വിവർത്തനം ഫലങ്ങളെല്ലാം ചുവപ്പും മഞ്ഞയും നിറമുള്ളവയും അകത്ത് വിത്തും പുറത്ത് തോലും ഇല്ലാത്തവയും ഒരെണ്ണം ഭക്ഷിച്ചാൽ ഒരുവന്റെ വയർ നിറയുന്ന തരത്തിലുള്ളവ ആയിരുന്നു. ഭാവാർത്ഥം ഭാരതത്തിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങളുള്ളതും ചെറിയ വിത്തുള്ളതും നേർത്ത തോലുള്ളതുമായ മാമ്പഴം ഏറ്റവും മേന്മയുള്ളതായി കരുതപ്പെടുന്നു. രുചികരമായ ഇത് ഒരെണ്ണം ഭക്ഷിച്ചാൽ ഒരുവൻ തൃപ്തനാകും. മാമ്പഴത്തെ പഴങ്ങളുടെ രാജാവായി പരിഗണിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്തൊരു ലീലയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ യൗവന ലീലകളും ചൈതന്യ പല ലീലകൾ ചെയ്തു. അപ്പൊ അങ്ങനെ നാമസങ്കീർത്തനം ചെയ്ത ശേഷം സങ്കീർത്തനം ചെയ്ത ശേഷം അപ്പം ചൈതന്യ മഹാപ്രഭു ബാക്കിയുള്ള ഭക്തന്മാരൊക്കെ ക്ഷീണരായ സമയത്ത് നിലത്തിരുന്ന സമയത്താണ് ഈ ലീല നടന്നത്. അപ്പം അതിലെന്താ സംഭവിച്ചത്? അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അങ്കണത്തിൽ മഹാപ്രഭു ഒരു മാവിന്റെ ഒരു വിത്ത് നട്ടു. നട്ട ഉടനെ തന്നെ ആ വിത്ത് തൽക്ഷണം മുളയ്ക്കുകയും അപ്പൊ തന്നെ അതിൽ നിന്ന് ഒരു വൃക്ഷമായി ആരംഭിച്ചു. അപ്പൊ അങ്ങനെ അപ്പൊ ആ വൃക്ഷം വളർന്ന ഉടനെ തന്നെ നല്ല പഴുത്ത നല്ല പക്വമുള്ള മാങ്ങ വന്നു. അപ്പൊ അത് കണ്ട ഉടനെ തന്നെ കൂടെയുള്ള ഭക്തന്മാർക്ക് അവരൊക്കെ അത്ഭുതസ്തംഭരായി മാറി, സ്തബ്ധരായിട്ട് മാറി. പിന്നെ എന്ത് സംഭവിച്ചു? മഹാപ്രഭു ഉടനെ തന്നെ ഈ 200 മാമ്പഴം ഉടനെ തന്നെ എടുത്ത് കഴുകി ഭഗവാന് നിവേദിക്കുകയും അതിനുശേഷം ഭക്തന്മാർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പം ഈ മാമ്പഴത്തിന്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു മാമ്പഴം സാധാരണഗതിയിൽ ഒരു വിത്തിട്ട് അതിന് വെള്ളം ഒഴിച്ച് അതോ വലുതാ വരാൻ എത്ര വർഷങ്ങളാണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ തൽക്ഷണമാണ് വന്നത്. ഇപ്പൊ മഹാപ്രഭുവിന്റെ ഇപ്പൊ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയില്ലെന്നും ഇത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അപ്പം ഭഗവാൻ കൃഷ്ണനിൽ അതുപോലെ തന്നെ ശക്തികളും മഹാപ്രഭുവിന് ഉണ്ടുള്ള കാര്യം നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഈവൻ മഹാപ്രഭു പലപ്പോഴും കൃഷ്ണനാണെന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആക്ച്വലി ലീലകളോട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാപ്രഭുവിന്റെ പല ലീലകളും. അപ്പൊ എന്ത് ചെയ്തു? അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്? അപ്പം ഈ കാണുന്ന ഈ മാമ്പഴം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചുവപ്പും മഞ്ഞയുമായിട്ടുള്ള നിറമുള്ള നല്ല മാമ്പഴങ്ങളാണ് വന്നത്. നമുക്കറിയാം ഈ ചുവപ്പും മഞ്ഞയുമായിട്ടുള്ള മാമ്പഴങ്ങൾ എന്ന് പറയുന്നത് നല്ല രുചികരമായിട്ടുള്ള മാമ്പഴങ്ങളാണ്. കാരണം അതിന്റെ തൊലി വളരെ മെലിഞ്ഞ തൊലിയായിരിക്കും അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ അതിന്റെ അകത്തുള്ള വിത്തും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ചെറുതായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു മാമ്പഴം നമ്മൾ എടുത്ത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വയറ് നിറയുന്ന രീതിയിലുള്ള ഒരു ഇതാണ് നമുക്ക് അനുഭവം നമുക്ക് ഉണ്ടാവും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത്രയും മേന്മയുള്ളൊരു മാമ്പഴമാണ് ചൈതന്യ മഹാപ്രഭു വിത്തിട്ട ഉടനെ തന്നെ വന്ന ആ മാമ്പഴം. അതിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഇനി വരുന്ന ശ്ലോകത്തിൽ നമുക്ക് കാണാം എന്താണ് മാമ്പഴത്തിന്റെ പ്രത്യേകത നമുക്ക് കാണാം. ശ്ലോകം 84. ദേഖിയ സന്തുഷ്ട ഹൈല ശചീരാനന്ദന സഭാഗ്യ ഗാവോയില ആകെ കരിയ ഭക്ഷണ. ശബ്ദാർത്ഥം ദേഖിയ കണ്ടിട്ട്, സന്തുഷ്ടൻ, ഹൈല ആയി തീർന്നു, സച്ചി മാതാവിന്റെ നന്ദന പുത്രൻ, സഭാഗെ എല്ലാവരും, ഖാവോ ഭക്ഷിപ്പിച്ചു, ആകെ ആരംഭത്തിൽ, കരിയ ചെയ്യുക, ഭക്ഷണ സ്വയം ഭക്ഷിച്ചു. വിവർത്തനം: ഈ മാമ്പഴങ്ങളുടെ ഗുണം കണ്ട് സന്തുഷ്ടനായ സച്ചിനന്ദൻ ആദ്യം ഭക്ഷിക്കുകയും പിന്നീട് മറ്റുള്ള ഭക്തന്മാരെയെല്ലാം ഭക്ഷിപ്പിക്കുകയും ചെയ്തു. ശ്ലോകം 85. അഷ്ടിവൽക്കലനാഹി അമൃത രസമയ ഏകഫലകായില രസേ ഉദര പൂരയ. ശബ്ദാർത്ഥം: അഷ്ടി വിത്ത്, വൽക്കല തോൽ, നാഹി ഇല്ല, അമൃത് രസമയ ചാറ് നിറഞ്ഞ, ഏക ഒന്ന്, ഫലം കായിലെ ഭക്ഷിക്കുന്ന പക്ഷം, രസേ രസത്താൽ, ഉദര വയറ്, പൂരയ നിറയുക. വിവർത്തനം: ഫലങ്ങൾക്ക് വിത്തോ തോലോ ഇല്ലായിരുന്നു. അമൃത തുല്യമായ രസം നിറഞ്ഞ അവ വളരെ മധുരമുള്ളവയായിരുന്നു. അവയിൽ ഒരെണ്ണം ഭക്ഷിച്ചാൽ വയറു നിറയും. ശ്ലോകം 86. എയ്മദ പ്രതിദിന ഫലേ ഭാരമാസ വൈഷ്ണവ ഗായേന ഫല പ്രഭുര ഉല്ലാസ. ശബ്ദാർത്ഥം: ഏയ് മത ഇപ്രകാരം, പ്രതിദിന എല്ലാ ദിവസവും, ഫലങ്ങൾ ഉണ്ടായി, ഭാര 12 മാസങ്ങൾ, വൈഷ്ണവർ ഖായനെ ഭക്ഷിച്ചു, പല ഫലങ്ങൾ, പ്രഭുര ഭഗവാന്റെ ഉല്ലാസ സന്തോഷം. വിവർത്തനം: ഇപ്രകാരം 12 മാസവും ദിനം പ്രതി വൃക്ഷത്തിൽ ഫലങ്ങൾ ഉണ്ടായി. ഇത് ഭഗവാനെ വളരെയധികം സംതൃപ്തിപ്പെടുത്തി. വൈഷ്ണവർ പതിവായി അവ ഭക്ഷിക്കുകയും ചെയ്തു.
ഏസ ബലീലാക്കാരെ ശ്ലോകം 67. ഏസ ബലീലാക്കാരെ സച്ചീരാനന്ദന അന്യലോകനാഹി ജാനെ വിനാ ഭക്തഗണ. ശബ്ദാർത്ഥം ഏയ് സഭ ഇവയെല്ലാം ലീലകൾ കരെ ചെയ്തു. സച്ചിയുടെ നന്ദന പുത്രൻ, അന്യലോക മറ്റുള്ള ആളുകൾ, നാഹി ഇല്ല, ജാനെ അറിയുക, വിന ഒഴികെ, ഭക്തഗണ ഭക്തന്മാർ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി ശ്രീമദ് അഭയചരണ അരവിന്ദ ഭക്തിവിനോദ സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഇവ സച്ചിനന്ദന്റെ രഹസ്യലീലകളായിരുന്നു. ഈ സംഭവത്തെപ്പറ്റി ഭക്തന്മാരൊഴികെ മറ്റാരും അറിഞ്ഞില്ല. ഭാവാർത്ഥം: അഭക്തന്മാർക്ക് ഈ സംഭവം വിശ്വസിക്കാൻ കഴിയില്ല. ഈ വൃക്ഷം വളർന്ന സ്ഥലം ഇപ്പോഴും മായാപൂരിൽ നിലനിൽക്കുന്നുണ്ട്. ആ സ്ഥലം ആമ്രഘട്ടം അല്ലെങ്കിൽ ആമാഘട്ട എന്ന് വിളിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ ചൈതന്യ മഹാപ്രഭു നിവേദിച്ച ശേഷം ആദ്യം മഹാപ്രഭു അതിനെ എടുത്ത് അദ്ദേഹം കഴിച്ചു നോക്കി. കഴിച്ച ശേഷം അദ്ദേഹം സന്തുഷ്ടനായ ശേഷം ബാക്കിയുള്ള എല്ലാ ഭക്തന്മാരെ കൊണ്ട് അദ്ദേഹം കഴിപ്പിക്കുകയും ചെയ്തു. അപ്പം ഈ ഒരു മാമ്പഴം, അപ്പൊ ഇതൊരു എന്താ പറയുക, നമ്മൾ സാധാരണ ഒരു മാമ്പഴമല്ല, ഇതൊരു ആത്മീയപരമായിട്ടുള്ള മാമ്പഴമാണ്. കാരണം എന്താണ്, ഇതിന് തോലില്ല, വിത്തുമില്ല. അപ്പൊ അങ്ങനത്തെ മാമ്പഴം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു മാമ്പഴം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു മാമ്പഴമായിരുന്നു. അപ്പൊ അത്രയും വളരെ ഒരു അമൃതതുല്യമായിട്ടുള്ള രസം നിറഞ്ഞ ഒരു മാമ്പഴമായിരുന്നു ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉണ്ടാക്കിയ ആ ഒരു വിത്തിട്ട് മുളപ്പിച്ച ആ ഒരു മരത്തിൽ നിന്നുണ്ടായ മാമ്പഴം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും മധുരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയുന്നതാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഗുണം? അപ്പൊ എന്താണ് ഈ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് വിത്തോ തൊലിയോ ഇല്ല. അതുപോലെ തന്നെ അത്രയും രസകരമായിട്ടുള്ള ഒരു മാമ്പഴം. അപ്പൊ അമൃതത്തിന് തുല്യമായിട്ടുള്ള രസം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു വൃക്ഷത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു മാമ്പഴം എന്ന് പറയുന്നത് എല്ലാ 12 മാസവും ഉണ്ടാവും. അല്ലാതെ നമ്മൾ കാണുന്ന സാധാരണ രീതി കാണുന്ന പോലെ നമുക്ക് ഒരു 2-3 മാസം മുളയ്ക്കുന്ന പോലെയല്ല. ഇത് എല്ലാ മാസവും വൈഷ്ണവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന നമ്മുടെ ഈ ഒരു മാമ്പഴം. ഉം, ഈ ഒരു നമ്മൾ കാണുന്നത്. അപ്പൊ എന്താ ചെയ്യാ, വൈഷ്ണവർ പലപ്പോഴും എന്താ ചെയ്യാ, അവര് സങ്കീർത്തനം കഴിഞ്ഞ് വരുമ്പോൾ ഈ മാമ്പഴം അവർ ഭക്ഷിക്കുക ഉണ്ടായി. അപ്പം ഇതൊക്കെ നമ്മൾ പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ രഹസ്യലീലകളായിട്ടാണ് ഇതൊക്കെ പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇതൊക്കെ നമ്മൾ ഭക്തന്മാരൊഴികെ വേറെ ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലീലകളെ പറ്റി. അപ്പം ചിലപ്പോ അഭക്തന്മാരൊക്കെ ഇപ്പോഴും ഇവർക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അവർ ചിന്തിക്കും ഇതൊക്കെ ചുമ്മാ കാൽപ്പനികമാണ് എന്നുള്ള കാര്യമാണ്. പക്ഷെ ഇതൊക്കെ ഭക്തന്മാരത് കേട്ട് അവർ എഴുതിയ കാര്യങ്ങളാണ് അത് നോക്കുകയാണെങ്കിൽ, അല്ലെ? ദാസ് ഗൗരാജ് ഗോസ്വാമി എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഭക്തന്മാരിൽ നിന്ന് കേട്ട കാര്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇപ്പോഴും ഈ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. മായാപൂരിൽ പോയി കഴിഞ്ഞാൽ ഭക്തിവിനോദ് ടാക്കൂറിന്റെ വീടിന് തൊട്ടടുത്ത് കൂടി തന്നെ ഒരു റെയിൽവേ ട്രാക്ക് നമുക്ക് അറിയാലോ, അല്ലെ? ഭക്തിവിനോദ് ടാക്കൂർ അത്രയും ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അത്രയും ഒരു വലിയൊരു ജഡ്ജായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി എന്ത് ചെയ്തു, അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് തന്നെ ഒരു റെയിൽവേ ട്രാക്ക്, അദ്ദേഹത്തിന് ജോലി സ്ഥലത്തോട്ട് വരാൻ വേണ്ടി റെയിൽവേ ട്രാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോഴും ഭക്തിവിനോദ് ടാക്കൂറിന്റെ വീട് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആ ട്രാക്കിന്റെ വലത് സൈഡായിട്ട് നമ്മൾ ഈ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. മായപ്പൂർ പോയി കഴിഞ്ഞാൽ ആമഘട്ട എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൽ നമുക്ക് ഈ ഒരു ലീല നടന്ന സ്ഥലമാണ് ആ ഒരു സ്ഥലം. നമുക്ക് ഇപ്പോഴും ഇത് കാണാൻ സാധിക്കും. അപ്പം ചില വ്യക്തികൾക്ക് അപ്പൊ നമുക്ക് പലപ്പോഴും അവിശ്വാസമായിട്ട് ഈ ഭക്തന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇതൊക്കെ സംശയം വരാം. അപ്പൊ നമുക്ക് പലപ്പോഴും നമുക്ക് പല ലീലകൾ നടന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും ഇത് ജസ്റ്റ് ഒരു പുസ്തകത്തിൽ മാത്രം എഴുതിയിരുന്നത്, പക്ഷെ ഇപ്പോഴും നമുക്ക് ഈ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങൾ കാണുന്നുണ്ടെങ്കിലും അങ്ങനത്തെ വ്യക്തികൾക്ക് ഉള്ളിൽ ഭക്തി വരട്ടെ എന്നാണ് ഇവിടെ പ്രഭുപാദ് ആഗ്രഹിക്കുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഈ ശ്ലോകം 88. ഈ മതബാരമാസ കീർത്തന അവസാനെ ആമ്ര മഹോത്സവ പ്രഭു കരേ ദിനെ. ശബ്ദാർത്ഥം: ഈ ഇപ്രകാരം 12 മാസെ 12 മാസത്തേക്ക് കീർത്തന നാമസങ്കീർത്തനം അവസാനം ആമ്ര മഹാ ഉത്സവ മാമ്പഴം ഭക്ഷിക്കുന്ന ഉത്സവം പ്രഭു ഭഗവാൻ കരേ ചെയ്തു ദിനെ എല്ലാ ദിവസവും. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ അഭയചരണാരവിന്ദ ഭക്തിവേദ പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഇപ്രകാരം 12 മാസങ്ങൾ ദിവസവും ഭഗവാൻ നാമസങ്കീർത്തനം ചെയ്തു. സങ്കീർത്തനത്തിന്റെ അവസാനം മാമ്പഴം ഭക്ഷിക്കുന്ന ഉത്സവം നടന്നു. ഭാവാർത്ഥം: മഹാപ്രഭു ഓരോ സങ്കീർത്തനാചരണത്തിന്റെയും അന്ത്യത്തിൽ പ്രസാദ വിതരണം ചെയ്യുമായിരുന്നു. അതുപോലെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലെ അംഗങ്ങളും നാമസങ്കീർത്തനത്തിന് ശേഷം സദസ്യർക്ക്
പ്രസാദ വിതരണം ചെയ്യണം. അപ്പം ഇപ്പം നമുക്കറിയാം, നമ്മള് നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഓരോ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ജസ്റ്റ് പ്രഭുപാദ് ഉണ്ടാക്കിയ ഒരു കാര്യമല്ല, പക്ഷെ അത് ഗുരുശിഷ്യ പരമ്പര വഴി നമുക്ക് സ്വീകരിച്ച ജ്ഞാനമാണ്. നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ലീലകൾ നമുക്ക് കാണാൻ സാധിച്ചു അല്ലെ? എന്താണ് ഇപ്പം ചൈതന്യ മഹാപ്രഭുവും ഭക്തന്മാരും നാമസങ്കീർത്തനം ചെയ്ത ശേഷം സങ്കീർത്തനം അവസാനം എന്ത് ചെയ്യും? അവരൊരു മാംഗോ ഫെസ്റ്റിവൽ അല്ലെ, മാമ്പഴത്തിന്റെ ഒരു ഉത്സവമായിട്ട് അവരെന്ത് ചെയ്യും? അവരവിടെ പോയിട്ട് ഇരുന്ന് സങ്കീർത്തന ശേഷം അവർ വയറ് നിറയോളം അവർ ആ മാമ്പഴം അവർ ഭക്ഷിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയാണ് എന്താണ്? അപ്പം നമുക്ക് കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ അംഗങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നാമസങ്കീർത്തനം ചെയ്ത് അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? വരുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മൾ എന്താണ്? പ്രസാദ വിതരണം ചെയ്യണം. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഉത്സവം കഴിഞ്ഞ ശേഷം വിഭവസമൃദ്ധമായിട്ടുള്ള പ്രസാദം വിതരണം ചെയ്യണം എന്ന ഇൻസ്ട്രക്ഷൻ കൂടിയാണ് ഇവിടെ എന്താണ് പറയുന്നത്? ശീല പ്രഭുപാദ് പറയുന്നത്. അപ്പൊ ഈവൻ നമുക്കറിയാം, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവർക്കൊക്കെ എന്താണ്, നമുക്ക് ചിലപ്പോൾ നമുക്ക് കീർത്തനം ഉണ്ടാവും, അതിനുശേഷം ഒരു ക്ലാസ് ഉണ്ടാവും, അതിനുശേഷം ആയിരിക്കും പ്രസാദം. അപ്പൊ ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ക്ലാസ് കേൾക്കാനോ അല്ലെങ്കിൽ സങ്കീർത്തനത്തിനൊക്കെ ചിലപ്പോൾ അതിനൊന്നും ഇത്ര താല്പര്യം ഇല്ലെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് പ്രസാദത്തിലൂടെങ്കിലും അവർക്ക് ഭഗവാനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈവൻ ശീല പ്രഭുപാദിന്റെ ലീലാമൃതയിലൊക്കെ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പലപ്പോഴും പല വ്യക്തികളും പലപ്പോഴൊക്കെ ഇനീഷ്യൽ ഡേയ്സിലൊക്കെ അവർ വന്നപ്പോഴും ചിലപ്പോൾ പ്രഭുപാദ് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടി അവര് ഉത്സാഹത്തോടെ എന്ത് ചെയ്തു? അവര് ശീല പ്രഭുപാദ് ഭഗവാൻ വേണ്ടിയിട്ട് അത്രയും സ്നേഹപൂർവ്വം അദ്ദേഹം തന്നെ ഭഗവാന് വേണ്ടി പാകം ചെയ്ത് ഭഗവാന് സമർപ്പിച്ച പ്രസാദം കഴിക്കാൻ അവർക്ക് എപ്പോഴും ഉത്സാഹം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ്. അപ്പൊ അതുകൊണ്ട് ആണ് പ്രഭുപാദ് പറയുന്നത്. അപ്പൊ നമ്മള് ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം നാമസങ്കീർത്തനത്തിന്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മള് അവർക്ക് പ്രസാദം കൂടി വിതരണം ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത് എന്നുള്ള രീതിയിലാണ് പ്രഭുപാദ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം 89. കീർത്തന കരീതേ പ്രഭു ആയില മേഘഗണ ആപന ഇച്ഛായ കൈല മേഘനിവാരണ. ശബ്ദാർത്ഥം: കീർത്തന സങ്കീർത്തനം കരീതേ ചെയ്യുക, പ്രഭു ഭഗവാൻ ആയില ഉണ്ടായിരുന്നു, മേഘഗണ മേഘക്കൂട്ടങ്ങൾ, അപന ഇച്ഛായ സ്വന്തം ഇച്ഛയാൽ കൈല ചെയ്തു, മേഘങ്ങളുടെ നിവാരണ തടയുക. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനം ചെയ്യുമ്പോൾ ആകാശത്തിൽ മഴമേഘങ്ങൾ ഇരുണ്ടുകൂടുകയും മഹാപ്രഭു തന്റെ ഇച്ഛാശക്തിയാൽ മേഘങ്ങളെ മഴയായി പെയ്യുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. ഭാവാർത്ഥം: ഒരിക്കൽ ഗ്രാമത്തിൽ നിന്ന് ദൂരെ ഒരു സ്ഥലത്ത് മഹാപ്രഭു നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ ആകാശത്തിൽ കാർമേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായി ശ്രീല ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നു. മഹാപ്രഭു തന്റെ പരമമായ ഇച്ഛയാൽ മേഘങ്ങളോട് ചിതറിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അവ അങ്ങനെ ചെയ്തത്രേ. ഇക്കാരണത്താൽ ആ സ്ഥലം ഇപ്പോഴും മേഘേരച്ചര എന്നറിയപ്പെടുന്നു. ഗംഗയുടെ പ്രവാ പ്രവാഹത പ്രവാഹഗതിയിൽ ഇപ്പോൾ വന്ന മാറ്റത്തിനാൽ പണ്ട് താരണവാസം എന്ന സ്ഥാനത്ത് സ്ഥിതി ചെയ്തിരുന്ന ബേലപുകുരിയ ഗ്രാമമാണ് ഇപ്പോൾ ചര എന്നറിയപ്പെടുന്നത്. ഒരിക്കൽ ദിവസാന്ത്യത്തിൽ സായന മേഘങ്ങൾ ആകാശത്തിൽ തടിച്ചുകൂടുകയും ഘോരമായ ഇടിയും മിന്നലും ഉണ്ടാവുകയും എല്ലാ വൈഷ്ണവരും വല്ലാതെ ഭയപ്പെടുകയും ചെയ്തതായി ശ്രീല ലോചനദാസ് ഠാക്കൂറിന്റെ ചൈതന്യമംഗളം മധ്യഖണ്ഡത്തിലും പറയുന്നു. പക്ഷേ മഹാപ്രഭു തന്റെ താളങ്ങൾ കൈകളിലെടുത്ത് ആകാശത്തേക്ക് നോക്കി ലോകങ്ങളിലുള്ള ദേവന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ നിന്ന പോലെ സ്വയം ഹരേ കൃഷ്ണ മന്ത്രം കീർത്തനം ചെയ്തു തുടങ്ങിയെന്നും അതോടെ തടിച്ചുകൂടിയിരുന്ന മേഘങ്ങൾ ചിതറി മാറി ആകാശം തെളിഞ്ഞ് ചന്ദ്രൻ ഉദിച്ചെന്നും സന്തുഷ്ടമായ മഹാപ്രഭു ആഹ്ലാദചിത്തരായ ഭക്തന്മാർക്കൊപ്പം നൃത്തം ആരംഭിച്ചുവെന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഇത് അടുത്തൊരു മഹാപ്രഭുവിന്റെ ഒരു ലീലയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവ്യ ലീലയാണ് നമ്മൾ കാണാനുണ്ടെങ്കിൽ. അപ്പം മഹാപ്രഭു നമുക്കറിയാം, പ്രചരണാർത്ഥം അദ്ദേഹം പല പല ഗ്രാമങ്ങളിൽ അദ്ദേഹം നാമസങ്കീർത്തനം ചെയ്യാൻ ഭക്തന്മാരോടൊപ്പം സഞ്ചരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു തവണ അങ്ങനെ യാത്ര ചെയ്ത് ഒരു ഗ്രാമത്തിൽ പോയ സമയത്ത് അവിടെ മേഘങ്ങൾ ഇരുണ്ട് കൂടിയിരുന്നു. ഇപ്പൊ മഴ പെയ്യുന്നുള്ള അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ എന്ത് ചെയ്തു? അപ്പം മഴ പെയ്താൽ നാമസങ്കീർത്തനം നടക്കില്ല. അപ്പം മഹാപ്രഭു എന്ത് ചെയ്തു? ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ കരത്താളങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ എന്ന മഹാമന്ത്രം ഉച്ചരിക്കുകയും ഉടനെ തന്നെ അപ്പം ആ മേഘങ്ങൾ അവിടെ തന്നെ മാറിപ്പോവുകയും അവിടെ ഉടനെ തന്നെ ചന്ദ്രൻ ഉദിച്ച് വരികയും ചെയ്തു. അപ്പൊ അങ്ങനെ മഹാപ്രഭു ആഹ്ലാദരായിട്ട് ഇത്തരായ ഭക്തർക്കൊപ്പം അദ്ദേഹം നൃത്തം വെച്ചുകൊണ്ട് അവിടെ സങ്കീർത്തനം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്കറിയാം, ഈ ദേവീദേവന്മാരൊക്കെ ആരാണ്? ഭഗവാൻ കൃഷ്ണന്റെ സേവന്മാരാണ് അല്ലെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം
ഭഗവാൻ കൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ ആ ദേവീദേവന്മാർ അനുസരിക്കണം. അതുപോലെ തന്നെ കൃഷ്ണൻ തന്നെയാണ് അല്ലെ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണൻ തന്നെയാണ് അല്ലെ? ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണൻ നാഹി തന്നെയാണ്. അപ്പം ഇതേ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ അതേ കാര്യങ്ങൾ ആരനുസരിച്ചു? അതേ ദേവദേവന്മാർ അല്ലെ? അപ്പം മേഘങ്ങളാവുന്ന ഇന്ദ്രനും അവരൊക്കെ ബാക്കി ഉപദേവന്മാരാണ് ഈ മഴ തരുന്നത്. അപ്പൊ ഉടനെ തന്നെ ആ മേഘങ്ങൾ അവിടുന്ന് മാറിപ്പോവുകയും ചെയ്തു. അപ്പം ആ ഒരു ലീലയാണ് ഈ ഒരു ഗ്രാമത്തിൽ നടന്നത്. അപ്പം ഈ സ്ഥലത്തിനെയാണ് മേഘേരച്ചര എന്ന് പറയും. അല്ല, മേഘങ്ങൾ മാറിപ്പോയ സ്ഥലം അതുകൊണ്ടാണ് ഇതിന് മേഘേരച്ചര എന്ന് പറയുന്ന ആ, സ്ഥലം എന്ന് പറയുന്നു ഈ സ്ഥലം. അപ്പൊ ഇത് നമുക്കറിയാം, ഈ ഒരു ലീല ഓൾറെഡി നമുക്ക് ഭക്തിവിനോദ് ടാഗോർ പറയുന്നത് അതുപോലെ തന്നെ ഈ ലീലകളെ പറ്റി. അതുപോലെ തന്നെ നമുക്ക് ഈ ചൈതന്യമംഗളം എന്ന ഗ്രന്ഥത്തിൽ ലോചനദാസ് ടാഗോറും ഈ ലീലകളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് മഹാപ്രഭുവിന്റെ അടുത്തൊരു ലീല. അപ്പൊ ഭഗവാൻ വിചാരിച്ചാൽ എന്തുകൊണ്ട് നടക്കാം അല്ലെ? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇപ്പൊ മഴ പെയ്യുന്നത് ചിന്തിച്ച നമുക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കും ഇല്ല. അപ്പൊ അതാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ മായാവാദി സിദ്ധാന്തികളൊക്കെ പറയുന്നതാണ് നമ്മളും ഭഗവാൻ ഒന്നാണെന്ന്. അപ്പൊ നമ്മളും ഭഗവാൻ ഒന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമല്ലോ. അത് നടക്കുന്നില്ല അല്ലെ? നമ്മളിപ്പോ ഇപ്പൊ നമുക്ക് നമുക്ക് ചെറിയൊരു നമ്മൾ ശീല പ്രഭുപാദ് എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ്. നമുക്കൊരു മൂത്രശങ്ക തന്നെ നമുക്ക് പിടിച്ചു വെക്കാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഭഗവാൻ ആവാൻ സാധിക്കുക? അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഭഗവാൻ അല്ല എന്ന തത്വം നമ്മൾ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കണം. അപ്പം എന്താണ് ഇപ്പം ജസ്റ്റ് ഒരു നമ്മൾ പറയുന്ന പോലെ ഈ മായാവാദ സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ പറയുന്നത് ജസ്റ്റ് എന്താണ് പറയാ, അത് വെറും ഒരു എന്താ പറയുക, ഒരു ഫൂൾസ് പാരഡൈസ് പോലെയാണ്. ഒരിക്കലും അതൊരു വിഡ്ഢികൾ കെട്ടിച്ചമച്ച ഒരു കാര്യം പോലെയാണ്. കാരണം അത് ഒരിക്കലും നമ്മൾ ഒരിക്കലും ഭഗവാൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എത്രത്തോളം നമ്മളെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൂടി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്, പിന്നീട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാന്റെ ലീലകൾ. ഭഗവാൻ എന്നും ഭഗവാൻ തന്നെയാണ്, നമ്മൾ ഇന്നും ജീവാത്മാക്കളാണ് എന്ന തത്വം നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ശീലപ്രഭുവിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അത് വളരെ കൺവിൻസ്ഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തത് ശ്ലോകം 90. ഏകദിന പ്രഭു ശ്രീവാസേര ആജ്ഞാതീല ബൃഹത് സഹസ്രനാമ പട ശുനീതേ മനഹൈല. ശബ്ദാർത്ഥം: ഏകദിന, ഒരു ദിവസം, പ്രഭു മഹാപ്രഭു ശ്രീവാസേര ശ്രീവാസ് ഠാക്കൂറിനോട് ആജ്ഞ ദില നൽകി, ബൃഹത് വലിയ, സഹസ്രനാമ 1000 നാമങ്ങൾ, പട വായിക്കുക, ശുനിതെ കേൾക്കാൻ, മനസ്സ് ഹൈല ആഗ്രഹിച്ചു. വിവർത്തനം: ഒരിക്കൽ വിഷ്ണുവിന്റെ 1000 നാമങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിച്ച മഹാപ്രഭു ശ്രീവാസ് ഠാക്കൂറിനോട് ബൃഹത് സഹസ്രനാമം പാരായണം ചെയ്യാൻ ആജ്ഞാപിച്ചു. ശ്ലോകം 91. പഠിതേ ആയില സ്തവേ നൃസിംഹേര നാമ ശുനീയ ആവിഷ്ട ഹൈല പ്രഭു ഗൗരനാമ. ശബ്ദാർത്ഥം: പഠിതേ, വായിക്കുന്നതിനിടയിൽ, ആയില വന്നു, സ്തവേ, പ്രാർത്ഥനയിൽ, നൃസിംഹേര നരസിംഹ ഭഗവാന്റെ നാമ ദിവ്യനാമം, ശുനീയ കേൾക്കുക, ആവിഷ്ട നിമഗ്നനായി, ഹൈല ആയിത്തീർന്നു, പ്രഭു ഭഗവാൻ ഗൗരധാമ ശ്രീ ചൈതന്യ മഹാപ്രഭു. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീ വായചാരാനന്ദ ഭക്തിവേദ പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ശ്രീവാസ് ഠാക്കൂർ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതിന് ഇടയിൽ നൃസിംഹനാമം വന്നു. നൃസിംഹനാമം കേട്ടതും മഹാപ്രഭു പൂർണ്ണമായും ഭാവമഗ്നായി തീർന്നു. ഭാവാർത്ഥം: ചൈതന്യമംഗളം മധ്യഖണ്ഡയിൽ ഈ സംഭവം ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു. ശ്രീവാസ് ഠാക്കൂർ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശ്രാദ്ധം ആചരിക്കുന്നതിന്റെ ഭാഗമായി പതിവുള്ള വിഷ്ണു സഹസ്രനാമം ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ രംഗത്തേക്ക് ഗൗരഹരി ആഗതനാവുകയും അദ്ദേഹവും വിഷ്ണുവിന്റെ സഹസ്രനാമങ്ങൾ കേൾക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്രകാരം നൃസിംഹനാമം കേട്ടതും അവിടുന്ന് ചിന്താധീനനാവുകയും തുടർന്ന് നിശ്ചിമഭാവത്തിൽ ക്രുദ്ധനായി തീരുകയും ചെയ്തു. മഹാപ്രഭുവിന്റെ കണ്ണുകൾ ചുവയ്ക്കുകയും രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും ശരീരം വിറയ്ക്കുകയും ചെയ്തു. അവിടുന്ന് മേഘഗർജനം പോലൊരു ശബ്ദം പുറപ്പെടുവിച്ചു. പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരു ഗദ കയ്യിലെടുത്തു. എന്തപരാധമാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തതെന്ന് അറിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ജനങ്ങൾ ഭയവിഹ്വലരായി. പക്ഷേ അപ്പോഴേക്കും മഹാപ്രഭു തന്റെ ചിന്തകൾ ക്രമീകരിച്ച് ക്ഷോഭം അടക്കി ഇരിപ്പിടത്തിൽ ഇരുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് അടുത്തൊരു ലീലയാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ശ്രീവാസ് ഠാക്കൂർ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശ്രാദ്ധം അല്ലെ, ആണ്ടിന്റെ ഭാഗമായിട്ട് ശ്രാദ്ധം ആചരിക്കുന്ന ഭാഗമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അപ്പൊ അവരെന്താ ചെയ്യുക? ആ സമയത്ത് നമ്മൾ ശ്രാദ്ധം ചെയ്യുമ്പോൾ കൂടി അത് ഭഗവാൻ വിഷ്ണുവിനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം എന്താണ് ചെയ്യുന്നത്? അപ്പൊ എന്ത് ചെയ്തു? വിഷ്ണു സഹസ്രനാമം അവിടെ എന്ത് ചെയ്തു? അവര് അവിടെ പതിവായിട്ട് എന്ത് ചെയ്യും? അവര് റിസൈറ്റ് ചെയ്തു. അപ്പൊ ആ സമയത്ത് അവിടെ ചൈതന്യ മഹാപ്രഭു അവിടെ വരികയും
അപ്പൊ അവിടെ വിഷ്ണു സഹസ്രനാമം കേൾക്കുന്ന സമയത്ത് അതിൽ ഭഗവാൻ അല്ലെ ഭഗവാന്റെ 1000 നാമങ്ങളാണ്. അപ്പൊ അതിലൊരു നാമം എന്താണ്? നരസിംഹ ഭഗവാന്റെ നാമം അവിടെ വന്നു. അപ്പൊ ആ നാമം കേട്ട ഉടനെ തന്നെ എന്ത് സംഭവിച്ചു? ചൈതന്യ മഹാപ്രഭു ആരാണ്? ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹം തന്നെ നരസിംഹ ഭഗവാനും. ഉടനെ തന്നെ എന്ത് സംഭവിച്ചു? അദ്ദേഹം ഉടനെ തന്നെ ആ നരസിംഹ നാമം കേട്ട ഉടനെ തന്നെ അദ്ദേഹം ചിന്താധീനനായിട്ട് ഉടനെ തന്നെ നരസിംഹ ഭാവത്തിലോട്ട് അദ്ദേഹം വന്നു. ഉടനെ കൃതനായി തീരുകയും മഹാപ്രഭുവിന്റെ കണ്ണുകൾ ഉടനെ തന്നെ അത് ചുവയ്ക്കുകയും രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. ഉടനെ തന്നെ ഗർജനത്തോടെ അദ്ദേഹം എന്ത് ചെയ്തു? അവിടുന്ന് അദ്ദേഹം ഉടനെ തന്നെ ഒരു ഗദ എടുത്തുകൊണ്ട് ഉടനെ തന്നെ അദ്ദേഹം എടുത്ത് അവിടെ ഗ്രാമം ചുറ്റും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം നടക്കാൻ തുടങ്ങി. അപ്പൊ ഉടനെ തന്നെ ജനങ്ങൾ ചിന്തിച്ചു, അയ്യോ നമ്മൾ എന്ത് അപരാധമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരു അവതാരം എടുത്തിരിക്കുന്നത്? കാരണം നമുക്കറിയാം, നരസിംഹ അവതാരത്തിൽ അല്ലേ, നമുക്കറിയാം ഹിരണ്യകശിപു ചെയ്ത അസുരകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് നരസിംഹഭഗവാൻ അവിടെ അവതരിച്ചത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഉടനെ തന്നെ അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? അവര് ക്ഷമ യാചിക്കുകയും അവര് പേടിക്കുകയും ചെയ്തു. ഉടനെ തന്നെ മഹാപ്രഭു തിരിച്ച് അദ്ദേഹത്തിന്റെ ശോഭമൊക്കെ പോയി മാറ്റി അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ അവിടെ വന്ന് ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിൽ വന്ന് ഇരിക്കുകയും ചെയ്തു. ഇതാണ് അടുത്തൊരു ലീല. ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 3-4 ശ്ലോകങ്ങൾ ഇത് വരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സമയമായി തീർന്നിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു 1 മിനിറ്റ് സമയമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ വേറെ ആർക്കും സംശയങ്ങളില്ല തോന്നുന്നു. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാം. അപ്പൊ ബാക്കി ലീലകൾ കേൾക്കാനായിട്ട് എല്ലാവരും അടുത്ത ക്ലാസ്സിൽ പങ്കെടുക്കാം. എന്താണ് നരസിംഹ ലീലകൾ എടുത്തതിന്റെ ഉദ്ദേശം എന്താണെന്നും അതിനെപ്പറ്റി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം की जय. श्रील हरे प्रभुपाद कृष्ण की जय. समवेत गौर भक्तवृंद की जय. निताई गौर प्रेमानंदे. हरे हरे हरि बोल। हरे हरे कृष्ण कृष्ण. हरे कृष्ण प्रभु। थैंक यू प्रभु। हरे कृष्ण। धन्यवाद प्रणाम प्रभु। हरे कृष्ण। धन्यवाद. थैंक यू सो मच प्रभु। हरे कृष्ण हरे कृष्ण। वेलकम. हरे कृष्ण. धन्यवाद. हरे कृष्ण। हरे कृष्ण. क्लोज है प्रभु। ओके माता जी. थैंक यू प्रभु। थैंक यू सो मच प्रभु। हरे कृष्ण।